അതെ, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിശ്ചയമായും പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ്. കാരണം ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഒരു സീറ്റ് ഷെയറിംഗ് പ്രോസസ്സിലേക്ക് എത്തുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ധാരണയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു കീറാമുട്ടി ആയിരിക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത ആദ്യം തന്നെ വരുത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഇന്നിത് ചർച്ചയ്ക്കെടുക്കാൻ കാരണം ബംഗാളിൽ ശക്തമായൊരു മുന്നണി രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസും CPM-ഉം ISF-ഉം ചേർന്ന് അതിശക്തമായൊരു മുന്നണി ബംഗാളിൽ രൂപപ്പെടുന്നു. ബംഗാളിൽ മാത്രമല്ല, ത്രിപുരയിലും CPM-ഉം കോൺഗ്രസും യോജിച്ച് നിൽക്കുകയാണ്. ആ അർത്ഥത്തിൽ ഒറ്റക്കെട്ടായി BJP-യെ നേരിടുക എന്നുള്ള യഥാർത്ഥ ഇന്ത്യ ബ്ലോക്കിൻ്റെ ലക്ഷ്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും കൈകോർക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ ഡെവലപ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ബംഗാളിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലും വളരെ സ്മൂത്തായിട്ട്, അതായത് NCP-യും അതുപോലെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ ശിവസേനയും ഒന്നിക്കുന്ന മഹാവികാസ് അഘാഡിയും അവരും ഏതാണ്ട് കൃത്യമായൊരു ധാരണയിലേക്ക് എത്തുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ 23 സീറ്റിൽ ശിവസേന മത്സരിക്കുന്നു, കോൺഗ്രസ് 17 സീറ്റിൽ മത്സരിക്കുന്നു, 6 സീറ്റ് NCP-ക്ക് നൽകുന്നു. അവിടെ ആ ഒരു മുന്നണിയുടെ ഒരു ശക്തി കണ്ടിട്ട് തന്നെയാണ്, നോക്കൂ, ഇപ്പോൾ അവിടെ നവനിർമ്മാൺ സേനയുടെ നേതാവായിട്ടുള്ള രാജ് താക്കറെ എങ്ങനെയെങ്കിലും BJP-യുടെ പക്ഷത്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവസാന വട്ടത്തിൽ നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഈ മഹാവികാസ് അഘാഡി ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മുന്നേറ്റത്തെ തടയാൻ പരമാവധി ശ്രമങ്ങൾ BJP അവിടെ നേരത്തെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ശിവസേനയിൽ നിന്ന് ഏകനാഥ് ഷിൻഡെയെ പുലർത്തിക്കൊണ്ട് പോയത്, NCP-യിൽ നിന്ന് അജിത് പവാറിനെ പുലർത്തിക്കൊണ്ട് പോയത്. അതുകൂടാതെ MNC-യുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ MNS-ൻ്റെ നേതാവായിട്ടുള്ള രാജ് താക്കറെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ശിവസേനയുടെ ആ ശക്തി പരമാവധി ഇല്ലാതാക്കുക എന്നുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നത്. അപ്പം ഈ പറയുന്ന മഹാവികാസ് അഘാഡി ഒന്നിച്ചു വരുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ BJP-യെയും NDA-യും അവിടെ ശക്തമായ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബീഹാറിലും സ്ഥിതി. ബീഹാറിൽ വളരെ സ്മൂത്തായിട്ട് അവർ സീറ്റ് ഷെയറിംഗ് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ RJD 28 സീറ്റുകളിൽ മത്സരിക്കുന്നു, കോൺഗ്രസിന് 9 സീറ്റ്, ലെഫ്റ്റിന് 3 സീറ്റുകൾ നൽകുന്നു. ഈ രീതിയിലൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെയും പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ നോക്കൂ, അവിടെയും NDA മുന്നണിയിലാണ് പ്രശ്നമെന്ന് പറയുന്നത്. നിതീഷ് കുമാറിനെ അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയപ്പോൾ ഈ RLJP-യുടെ നേതാവായിട്ടുള്ള പശുപതി പരസ്, അത് നമുക്കറിയുന്നത് പോലെ തന്നെ രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിയായിട്ടുള്ള ലോക് ജനശക്തി പാർട്ടിയുടെ MP-യാണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഹാജിപൂർ എന്ന് പറയുന്ന സീറ്റിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തെ ആ സീറ്റ് നൽകാതെ പൂർണ്ണമായിട്ടും ഈ ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവായിട്ട് ചിരാഗ് പാസ്വാനെ അംഗീകരിച്ചുകൊണ്ട് അവരുമായിട്ടാണ് ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ RLJP എന്ന് പറയുന്ന സംഘടന അവിടെ RJD-യുമായി ഇന്ത്യ മുന്നണിയുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഓഫ് കോഴ്സ് ജാർഖണ്ഡിൽ ഇന്നിപ്പോൾ ഒരു തിരിച്ചടി ഷിബു സോറൻ്റെ പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. സീതാ സോറൻ BJP-യിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചേരുമാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ അതിഗംഭീരമായിട്ടാണ് സഖ്യം. 2019 എന്തായിരുന്നോ സഖ്യം, ആ സഖ്യം തന്നെയാണ് തുടരുന്നത്. അങ്ങനെ ഇന്ത്യ മുന്നണി എവിടെയൊക്കെയാണ് അവരുടെ ശക്തി പ്രകടിപ്പിക്കേണ്ടത്, കൂടുതൽ ശക്തി ആർജിക്കേണ്ടത്, അവിടെയെല്ലാം തന്നെ കൃത്യമായ സീറ്റ് ധാരണയിലേക്ക് എത്തിക്കൊണ്ട് നല്ലൊരു ഒരു മത്സരം കാഴ്ചവെക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റായിട്ട് ഞാനിന്ന് കാണുന്നത്. DMK-യുടെ പ്രകടന പത്രികയാണ്. വളരെ മനോഹരമായൊരു പ്രകടന പത്രികയാണ്. അത് ഇപ്പം ഒരു ദേശീയ തെരഞ്ഞെടുപ്പിലാണ് അവർ മത്സരിക്കുന്നത്. ആ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് അവരെന്ത് ചെയ്യും നല്ലല്ലോ പറയുക. സ്വാഭാവികമായിട്ടും അവർ അധികാരത്തിൽ വന്നാൽ ദേശീയ രംഗത്ത് എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുക. അവിടെ വളരെ പൊളിറ്റിക്കലായ ഒരു പ്രകടന പത്രിക ഇന്ന് DMK പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തെ അതിശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയാണ്. അതൊരു രാഷ്ട്രീയ മാനിഫെസ്റ്റോ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത് കോൺഗ്രസ് കൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ നമ്മൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് വിശദമായി സംസാരിച്ചതാണ്. എന്നാൽ DMK-യുടെ പ്രകടന പത്രിക നോക്കൂ, വളരെ കൃത്യമായി അവരുടെ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അവരധികാരത്തിൽ വന്നാൽ CAA നടപ്പാക്കില്ല എന്ന് പറയുന്നു. വളരെ ഡയറക്റ്റാണ് ആ കാര്യങ്ങൾ. അതേപോലെ ഏക സിവിൽ കോഡ് നടപ്പാക്കില്ല എന്ന് പറയുന്നു. ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് പറയുന്നു. അതേപോലെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞത് പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 356, അതായത് സർക്കാരുകളെ പിരിച്ചുവിടാനുള്ള കേന്ദ്രത്തിൻ്റെ അധികാരം നൽകുന്ന വകുപ്പ്, അതെടുത്ത് കളയുമെന്ന് പറയുന്നു. ഗവർണർമാർക്ക് ഇപ്പോഴുള്ള അമിതാധികാരത്തെ കർട്ടയിൽ ചെയ്യും എന്ന് പറയുന്നു. ഈ പ്രകടനപത്രികയിൽ ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ പൈസ കുറയ്ക്കും, അല്ലെങ്കിൽ 1000 രൂപ വീതം സ്ത്രീകൾക്ക്
കൊടുക്കും. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ DMK ഒരു ദേശീയ പാർട്ടിയല്ല, DMK അധികാരത്തിൽ വരാനും പോകുന്നില്ല. പക്ഷേ DMK കൂടി ഉൾപ്പെടുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ ഡയറക്റ്റായി തന്നെ ഹിന്ദുത്വ അജണ്ടകളെ ആക്രമിക്കുന്ന രീതിയിൽ വളരെ പൊളിറ്റിക്കലായ ഒരു മാനിഫെസ്റ്റോ ദ്രാവിഡ മുന്നേറ്റ കഴകമെന്ന പാർട്ടി തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉച്ചൈസ്തരം വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. അവിടെ ഞാനിതിനൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത്, നോക്കൂ, ഈ ഹിന്ദുത്വയ്ക്കെതിരെ ദ്രവീഡിയ രാഷ്ട്രീയം വളരെ ശക്തമായി വരുമ്പോൾ ഉത്തർപ്രദേശിൽ വളരെ രസകരമായ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് BSPയുടെ ഒരു കളിയാണ്. BSP അവിടെ ഒരു വലിയ സ്പോയിലർ ആകാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും BSPയുടെ മുസ്ലിങ്ങളായിരിക്കും. അവിടെ ഈ പഴയ മറ്റേ OWൈസിയുടെ പരിപാടി ഉണ്ടല്ലോ, AMM ചെയ്യുന്നൊരു പരിപാടിയാണ് ഇപ്രാവശ്യം BSPയെ കൊണ്ട് BJP ചെയ്യിക്കുക. BJPയും BSPയും തമ്മിൽ അത്തരത്തിലൊരു രഹസ്യധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച തെളിവാണ് കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ BSPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ പ്രവീൺ കുമാർ രാജിവെച്ചു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഡോക്ടർ പ്രവീൺ കുമാർ തെലങ്കാനയിലെ IPS ഓഫീസറാണ്. അദ്ദേഹം വളരെ കാലമായിട്ട് അവിടുത്തെ ഈ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ ഈ ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് വലിയൊരു ഇമേജ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ അവിടെ VRS എടുത്തിട്ട് BSPയിൽ ചേരുകയും BSPയുടെ സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്തു. എന്നിട്ട് BRSുമായിട്ട് BSP ഒരു ഇലക്ട്രൽ അറേഞ്ച്മെൻറ്റിൽ എത്തുകയും ചെയ്തു. അവിടെ പിന്നെ 2 സീറ്റുകൾ, ഹൈദരാബാദ് അടക്കമുള്ള 2 സീറ്റുകൾ BRS കൊടുക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ചു BSPയിൽ നിന്ന്. എന്താ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സമ്മർദ്ദം സഹിക്കാൻ വയ്യ. BRSൽ നിന്ന് പിന്നെ ആ അലയൻസിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് മായാവതിയുടെ സമ്മർദ്ദം. മായാവതി എങ്ങനെയാണ് ആ സമ്മർദ്ദം ചെലുത്തുന്നത്? BJPയുടെ ദേശീയ നേതൃത്വം മായാവതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ X അക്കൗണ്ടിൽ കുറിച്ചതാണ്. അത്രയും വലിയ സമ്മർദ്ദമാണ്. കാരണം എന്താ, BRSും BSPയും കൂടെ അവിടെ യോജിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ ദളിത് വോട്ടുകൾ, ഇയാൾക്ക് വളരെ ഈ ദളിത് പിന്നെ മേഖലയിൽ വലിയ പിന്തുണയുള്ള ആളാണ്, ആ വോട്ട് കൂടി BRSലേക്ക് പോകും. അങ്ങനെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യോജിപ്പ് ഉണ്ടായില്ല എങ്കിൽ കുറേ വോട്ടുകൾ, ദളിത് വോട്ടുകൾ BJPയുടെ ഫോട്ടിൽ സമാഹരിക്കാൻ പറ്റും. BJP ഇമ്പ്രൂവ് ചെയ്യണം പെർഫോമൻസ് എന്ന് വിചാരിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റാണ് തെലങ്കാന എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 4 സീറ്റ് അവിടെ ഉണ്ട്. അപ്പം ഈ BSP എന്ന് പറയുന്ന പാർട്ടിയെ എങ്ങനെയാണ് BJP മാനേജ് ചെയ്യുന്നത് നോക്കൂ. BSP എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് കൻഷീറാമിനെ പോലൊരു നേതാവ് അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒരു വലിയ ദളിത് മുന്നേറ്റം ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട്. മായാവതി 2 തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ ഈ ദളിത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുമ്പ് മായാവതി BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും ഈ ദളിത് വോട്ടുകൾ എന്ന് പറയുന്ന ആ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവന്ന കാൻഷീറാമിൻ്റെ സങ്കല്പത്തെ പരമാവധി അട്ടിമറിച്ച് ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ, അതായത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു പ്രതിപക്ഷ ഐക്യനിരയെ ടോർപ്പിഡോ ചെയ്യാൻ വേണ്ടി BSP പോലൊരു പ്രസ്ഥാനം വരുന്നു എന്നുള്ള ഖേദകരമായൊരു സാഹചര്യം ഉത്തർപ്രദേശിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തെലങ്കാനയിൽ ഉണ്ടായിരിക്കുന്നു, തെക്കേ ഇന്ത്യയിലും ഉണ്ടായിരിക്കുന്നതാണ്. അവിടെയാണ് DMK പോലൊരു പ്രസ്ഥാനം ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരുടെ ആ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, ഇന്ത്യ മുന്നണിക്ക് തന്നെ വഴികാട്ടുന്നൊരു അത് കോൺഗ്രസും അതിൽ നിന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രകടനപത്രത്തെക്കുറിച്ച് വിശദമായി നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. അക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നയത്തുടർച്ച കാണിച്ചിട്ടുണ്ടെന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചത് DMK തന്നെയാണ്. അത് ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ അവർ മറച്ചുവെച്ചില്ല അവരുടെ നയം, യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ അവർ മറച്ചുവെച്ചിട്ടില്ല അവരുടെ നയം, ആർട്ടിക്കിൾ 356ൻ്റെ കാര്യത്തിലും ജമ്മു കാശ്മീരിൻ്റെ പദവിയുടെ കാര്യത്തിൽ അവർ മറച്ചുവെച്ചിട്ടില്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യത്തിൽ മറച്ചുവെച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം DMK അധികാരത്തിൽ വരത്തില്ലല്ലോ, ദേശീയ അധികാരത്തിൽ വരത്തില്ലല്ലോ എന്ന് പറയാം. പക്ഷേ DMKക്ക് ഇന്ത്യ ബ്ലോക്ക് ഒരു വലിയ മുന്നേറ്റം നടത്തിയാൽ അതിൻ്റെ പോളിസി മേക്കിങ്ങിൽ ഏറ്റവും നിർണായകമായ റോള് വഹിക്കാൻ പോകുന്നൊരു പാർട്ടിയായിരിക്കും DMK എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. DMK തന്നെയാണ് തെക്കേ ഇന്ത്യയിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും അതിശക്തമായ ഒരു മുന്നണിയുടെ സ്വഭാവത്തിലേക്ക്, സ്മൂത്തായ ഒരു സീറ്റ് ഷെയറിങ്ങിലേക്ക്, ഒരു എന്താ പറയുക, ഒരു ഐക്യത്തിലേക്ക്, ഒരു ഇൻ്റഗ്രേഷനിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു എന്നുള്ളത് 2024 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ NDAക്ക് ചെറിയ വെല്ലുവിളിയല്ല, വലിയ വെല്ലുവിളിയാണ് ഉയർത്താൻ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.